ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ വീഡിയോ എടുക്കാൻ മൂടില്ല എന്നല്ല, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ മുതലേക്ക് ചെറിയൊരു പനിക്കോള് പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ വീഡിയോ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ രഞ്ജൂസ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഏട്ടന് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഒരു ഗ്ലാസ് ചൂടുള്ള ചായ ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഏട്ടനും കുട്ടിക്ക് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും കൂടെ മധുരം ഇടില്ല കേട്ടോ. ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്കുള്ളത് മാത്രം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ചായ എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അത് കുടിക്കാൻ കേട്ടോ. അത് കുടിക്കുമ്പോഴത്തേന് നല്ലൊരു സുഖം കിട്ടും. തലവേദനയ്ക്ക് ഏത് വഴിക്കാണ് പോണതെന്ന് അറിയില്ല. ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചൊക്കെ ഉണ്ടായിരുന്നു. പതിയെ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുത്തിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പാടിയുടെ ട്രൗസറുകൾ ഇപ്പോൾ ഉള്ളിൽ ഞാൻ ജനലിമേനിട്ട് ഉണക്കിടാറ്. കാരണം രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ പുറത്ത് അധികം സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് ഉള്ളിൽ ജനലിമിട്ടിട്ടോ വേഗം ഉണങ്ങി കിട്ടാൻ. ഫാൻ ഇടുമല്ലോ, അതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പഠിപ്പിച്ച് മഴ നിന്നായിരുന്നില്ല 2-3 ദിവസം. അപ്പോൾ പുറത്ത് തുണികളിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒരു ജനലുമെന്ന് മറ്റൊരു ജനലിലേക്ക് അയക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അയക്കാണ് കാണുന്നത്. ഞാൻ വെറുതെ തുണി കൊണ്ട് ഇങ്ങനെ തുണി ചീന്തിയിട്ട് അതുകൊണ്ട് കെട്ടിയതാണ്. പുറത്ത് കയറി വെച്ച് കെട്ടിയിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരിതിന് അങ്ങനെ കെട്ടിയെന്ന് മാത്രം കേട്ടോ. ഞാൻ അയച്ചിടണം. ഇപ്പം എന്തായാലും നല്ല വെയിലല്ലേ പുറത്ത്. അപ്പോൾ പുറത്തുനിന്ന് തുണികൾ ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പുറത്തേലും ഞാൻ കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടിയുടേതാണ് സാധാരണ അധികം തിരുമ്പാണ്ടാവാറ്. അപ്പോൾ ഓൻ്റെ ട്രൗസറും കുപ്പായങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വേഗം ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ജനലുകൾ ഇങ്ങനെ തുറന്നിട്ടു കേട്ടോ. കുറച്ച് ഇത് കയറാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കുറച്ച് നല്ല കാറ്റ് ഇപ്പോൾ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതേപോലെ ഈ ആവി ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് ഒന്നാമത് തുറന്നിട്ടുള്ളത്. അപ്പോൾ ജനൽ തുറന്നിട്ടിട്ട് ഫാനോട് ഇട്ടു. അപ്പോൾ ഉള്ളിലത്തെ പുഴുക്കം അങ്ങനെ പുറത്തേക്ക് പോയിക്കോളും. ഞാൻ സാധാരണ വാതിൽ തുറന്നിടാറില്ല. കാരണം വാതിൽ തുറന്നിട്ട് ചിലപ്പോൾ അമ്പാടി മുറ്റത്തേക്ക് ഇറങ്ങി റോട്ടിക്ക് ഓടും. അതുകൊണ്ട് ഞാൻ അധികം വാതിൽ തുറന്നിടാറില്ല. ജനലാണ് തുറന്നിടാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ വൻപയറില്ലേ, വെള്ളപ്പയർ എന്നൊക്കെ പറയില്ലേ, അതൊരു ഉപ്പേരി പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് വെള്ളപ്പയറും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കടുകും അതേപോലെ വെളുത്തുള്ളിയും അതേപോലെ നമ്മൾ വെല്ലുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഇട്ടിട്ട് അതും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വേവിച്ച് വെച്ച ചെറുപയറല്ല വെള്ളപ്പയർ. അപ്പോൾ അത് അതിലേക്ക് ഒഴിക്കുകയായിട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൽ കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇടാം കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാവും. പക്ഷേ ഇതിൽ കറിവേപ്പിൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല കേട്ടോ. പൊടിയുള്ള പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ വൻപയർ ഇതിലേക്ക് അങ്ങനെ തട്ടി കൊടുക്കാണ്ട് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ടാൽ മതി കേട്ടോ. അങ്ങനെ അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ അതും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് രസമാണ് ഇട്ടുണ്ടാക്കണത്. അപ്പോൾ ഞാൻ രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കടുകും വറ്റൽമുളകില്ലേ അതും കൂടിയും പൊടിക്കിട്ടും. പിന്നെ അതിൽ ചെറിയൊരു പൊട്ട് കായോടും പിന്നെ ചതച്ച് വെച്ച വറ്റൽമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ ജീരകം, കുരുമുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങൾ ചതച്ചിട്ട് അതും ഇട്ടോ. പിന്നെ ഒന്നുകൂടെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി, കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതും നല്ലോണം വാട്ടിയെടുക്കും കേട്ടോ. തക്കാളി വാടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ആവശ്യത്തിന് പുളിവെള്ളം പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരില്ല, അതൊന്നും എന്താവില്ലേ സെറ്റാവില്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് രസം റെഡി കേട്ടോ. പക്ഷേ സംഭവം സിമ്പിളാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരമായി എല്ലായിടും അടിച്ചു ഒരുക്കെ ചെയ്തിട്ട് വേഗം വിളക്ക് വയ്ക്കാണ്ട് ചെയ്ത് മേലൊക്കെ കഴുകിയിട്ട് ഞാൻ വേഗം വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് നോക്കണത്. പയറുപ്പേരിയും അതേപോലെ തന്നെ രസവും പപ്പടം കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.